അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സൂറ ആൽ ഇംറാനിലെ 62 ആയത്തുകൾ കഴിഞ്ഞു. 63 മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم فإن تولوا فإن الله عليم بالمفسدين. نوري فإن تولوا فإن الله عليم بالمفسدين. നേരത്തെ പറഞ്ഞത് ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇത് സത്യസന്ധമായ വിവരണമാണ് തീർച്ച. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല. വ ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു എന്താണ്, ലഹുവ, അവൻ തന്നെയാണ് അൽ അസീസുൽ ഹകീം, പ്രതാപവാനും യുക്തിമാനും. യുക്തിമാൻ, ഹക്കീം എന്ന് നമ്മൾ യുനാനി ഡോക്ടർമാർക്ക് ഹക്കീം എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്ന് ചോദിച്ചാൽ, തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥകളും ലക്ഷണങ്ങളും ഒക്കെ കണ്ട് അയാൾക്ക് ഇന്നതാണ് രോഗം എന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും നല്ല ചികിത്സ എന്താണ് എന്ന് കണ്ടെത്തി ആവശ്യമായ മരുന്നും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ഒരാളായതുകൊണ്ടാണ് ഒരു വൈദ്യന്, ഒരു ഡോക്ടർക്ക്, ഒരു ഫിസിഷ്യൻ, എന്താ പേര് പറയാ, അതന്നെ, അതിനെ ഹക്കീം എന്ന് പറയുന്നു. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹക്കീം, അപ്പൊ അലിഫും ലാമും കൂടി ചേരുമ്പോ നാളിതുവരെ നമ്മൾ പഠിച്ചതനുസരിച്ച് അതിനൊരു പ്രത്യേകമായ അർത്ഥം ഉണ്ടാകും. അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരിനോട് ചേർത്ത് പറയുമ്പോൾ അതിന് കൂടുതൽ അർത്ഥവിപുലീകരണം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞാൽ, ഫഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, അലീം, അവൻ അറിയുന്നവനാണ്, ബിൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരെ കുറിച്ച് അവൻ അറിയുന്നവനാണ്. അപ്പൊ ഇവിടെ മുബാഹല എന്ന് പറയുന്ന നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള സുപ്രധാനമായ കാര്യത്തിന് വേണ്ടി അവരെ ക്ഷണിച്ചെങ്കിലും അവര് അതിന് വഴങ്ങാതെ ഞങ്ങൾ ഈ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജിസിയ നൽകി കഴിഞ്ഞുകൊള്ളാം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് അവരെത്തിയത്. അതൊന്നും പറ്റൂല, നിങ്ങൾ ഒന്നെങ്കിലും ഇത് സമ്മതിക്കണം എന്നൊന്നും ആര് പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവര് അവരുടെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ്. അവര് നടത്തിയ വാദമുഖങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗണ്ണിച്ചു. അവർക്ക് മറുപടി പറയാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു അവസരത്തില് എന്നാ നിങ്ങള് വിശ്വസിക്കണം, അല്ലാണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റൂല എന്ന നിലക്കല്ല പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു, അവർക്ക് അംഗീകരിക്കാൻ ഉള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്കതിൽ പ്രത്യേകിച്ച് മറുന്യായങ്ങളൊന്നും ഉന്നയിക്കാനില്ല. അവർ സംവാദത്തിൽ പരാജയപ്പെട്ടു. പക്ഷെ അവര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, എന്നാ ശരി ഞങ്ങളിത് സ്വീകരിക്കാം, കാരണം അങ്ങനെയാണല്ലോ സംവാദം തുടങ്ങുന്നത്. പക്ഷെ അത് സ്വീകരിക്കാതെ വന്നപ്പോ എന്നാ പിന്നെ ഞങ്ങളെ സ്വീകരിക്കാതെ വിടൂലടാ എന്ന് പറയുന്നില്ല. അവര് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഞങ്ങൾ ജിസിയ തരാം.
ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ, ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ നിൽക്കാം. ഓക്കെ, നിങ്ങൾ പോയിക്കോളി. അപ്പൊ അതവിടെ കഴിഞ്ഞു. പക്ഷെ അതവിടെ കഴിഞ്ഞാലും ഈ യാഥാർത്ഥ്യങ്ങൾക്ക് യാതൊരു കുറവും വരുന്നില്ലല്ലോ. വസ്തുതകളാണല്ലോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണല്ലോ. ഇതിപ്പോ നിങ്ങൾ എഴുതി കൊണ്ടുവന്നത് അതാണല്ലോ, ചുരുക്കി എഴുതി കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വാങ്ങിക്കോളാം, മറന്നൊന്നും പോയിട്ട്. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങൾ, ആ സംഭവങ്ങൾ അതല്ലാതാകുന്നില്ല, അതവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ നിലക്കാണ് ഇത് സത്യസന്ധമായ സംഭവ വിവരണമാണ്. ഇതിൽ കൂട്ടിച്ചേർക്കലുകളില്ല, അതിശയോക്തികളില്ല, ഊഹാപോഹങ്ങളില്ല. ഇതെന്താണ്? അൽ ഖസസുൽ ഹഖ്, സത്യസന്ധമായ വിവരണമാണ്. ഇതൊക്കെ കേട്ടതിനും മനസ്സിലാക്കിയതിനും ശേഷം പിന്തിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു ഫസാദ് ഉണ്ടാക്കുന്നവരെ പറ്റി നന്നായി അറിയുന്നവനാണ് എന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ സത്യത്തെ സത്യമായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുക ഫസാദാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ നിരന്തരമായിട്ട് ശിർക്കിനെതിരെ പറയുന്നു. എന്തുകൊണ്ടാണ് ശിർക്കിനെതിരെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് അസത്യമാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം. എന്തിനാണ് തൗഹീദിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ഹക്ക് എന്നതാണ് കാരണം. അപ്പൊ അള്ളാഹു ഏകനാകുന്നു. അപ്പൊ ചില ആൾക്കാർ പറയാണ് അള്ളാഹു ഏകന എന്ന് പറയണ്ടല്ലോ, അല്ല അള്ളാഹിനായി അതിനിപ്പോ എന്താ, കുറെ ദൈവം ഉണ്ടായാൽ എന്താ, എന്താന്ന് ചോദിച്ചാല് അങ്ങനെ ഇല്ലല്ലോ. അപ്പോ ഹക്ക്, സത്യം എന്താണ്, അതാണല്ലോ പ്രധാനം. മറ്റേത് കള്ളമാണ്. അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറയുന്നത് കള്ളാണ്. അള്ളാഹുവിന് സഹായികളുണ്ട് എന്ന് പറയുന്നത് കള്ളാണ്. അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയുന്നത് കളവാണ്. അപ്പൊ കളവ് പാടില്ല. സത്യം, ഹക്ക്, യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഏകത്വമാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ പറയണം. അപ്പൊ അത് പറയാതെ ഒരു കൂട്ടർ പോയാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ ദുൽമാണത് എന്നതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്നവർ, ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞു. കരയിലും കടലിലുമൊക്കെ ഫസാദ് ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു തന്ന ഈ ജീവിതക്രമം ആരെങ്കിലും തെറ്റിച്ചാൽ അവിടെ സംഭവിക്കുക ഫസാദ് ഉണ്ടാവുക എന്നതാണ്. അതിന്റെ ദോഷം മനുഷ്യന്മാരൊക്കെ അനുഭവിക്കേണ്ടതായി വരും. പരലോകത്ത് ഏറ്റവും കഠിനതരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടും എന്നത് മാത്രമല്ല, ഈ ലോകത്തും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇവിടെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളാണ് ചൂതാട്ടം, പലിശ പോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ വിശദീകരിക്കേണ്ട, നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പരലോകത്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. നമ്മുടെ സമ്പൽഘടന പൊളിഞ്ഞു പോകും. വലിയ പ്രശ്നമാണല്ലോ, സമ്പൽഘടന പൊളിഞ്ഞു പോകും. ഏറ്റവും കടുത്ത ചൂതാട്ടത്തിന് നമ്മൾ അള്ളാന്റെ പേരാട്ടത് കാരുണ്യ. ആലോചിച്ച് നോക്ക്. അത് ഈ മദ്യത്തിനും അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ബ്രാൻഡ് നെയിം എനിക്ക് അത്രത്തോളം പിടിപാടില്ലെങ്കിലും സ്വർഗത്തെ കുറിച്ച് അങ്ങനെയുണ്ടല്ലോ, സ്വർഗത്തിനെ പറ്റി, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പേര്, പാരഡൈസ് എന്നൊക്കെയാണ് പോലും ഓരോ ബ്രാൻഡിന് പേര്. നമ്മളെ സർക്കാരും പുതിയ ബ്രാൻഡ് പുറത്തിറക്കാൻ പോകുന്നതിന്റെ പേര് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കേൾക്കും. സ്റ്റേ ചെയ്തല്ലേ, അൽഹംദുലില്ലാ, അത്രയും നല്ലത്. അപ്പോ നല്ല ഒരു പേരാണ് ഏറ്റവും മോശപ്പെട്ട എന്തിനാന്ന് വെച്ചാൽ നമുക്കും ഇങ്ങനെ തോന്നിപ്പോലോ, ഭിന്നശേഷിക്കാരായ ആൾക്കാര്, പ്രയാസപ്പെടുന്നവര്, രോഗികള്, ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ എൻ്റെ
ഒരു 100 റുപ്യ ലോട്ടറി എടുക്കുന്നതിലൂടെ കഴിയുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. ആ ഒരു നമ്മുടെ നന്മയുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മുടെ സമ്പദ്ഘടനയെ പൊളിച്ചു കളയുന്ന വളരെ ഗുരുതരമായൊരു കാര്യമാണത്. ലോട്ടറി, ചൂതാട്ടം, അത് ഒറ്റ നമ്പറാണെങ്കിലും കുറേ നമ്പറാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അന്യ സംസ്ഥാനത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒക്കെ സ്വദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്ന പോലെയുള്ളൂ. അതെ അതെ. അതിനാണ് നമ്മൾ എന്താ ഇസ്ലാം എന്ന് വേറെ പറയല് സാധാരണ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, അപ്പൊ ഇങ്ങനെ എന്താണ് ആരുണ്ട്. അപ്പൊ നല്ല പേരിട്ടിട്ട് ചീത്ത കാര്യങ്ങൾ നടപ്പിലാക്കും. അപ്പൊ അതിന്റെ ഗുണം, അതിന്റെ ദോഷം, അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ ദോഷം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അത് തകർന്നു. ഇതാണ്. വെനസ്വേലയിൽ അധിനിവേശം നടത്തി US, അല്ലേ? അപ്പോ അതിനിപ്പോ എന്താ, അത് ഏടോ അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാവൂല. ആ അധിനിവേശത്തിന്റെ തിക്തഫലം ഒരു നാട്ടിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും ഉണ്ടാവും. ലോകം മുഴുവനും അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇറാഖിനെ പിടികൂടാനും അഫ്ഗാനെ പിടികൂടാനും ഒക്കെ പറഞ്ഞിരുന്ന പലതരം ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അജാതി ഒരു ന്യായമാണ് ഇപ്പോൾ വെനസ്വേലയെ പിടികൂടാനും പറയുന്നു. അപ്പൊ ഇതൊക്കെ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒരു നിർഭയത്വത്തിന്റെയും ശാന്തിയുടെയും ഘടന തകർത്ത് കളഞ്ഞാൽ ആ ഫസാദിന്റെ വ്യാപ്തി ലോകം മുഴുവനും ഉണ്ടാവും. അപ്പൊ അതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെ പിടികൂടൊന്നുമില്ല. വിശ്വാസപരമായിട്ട് അങ്ങനെ ഒരാള് കടുത്ത ശിർക്ക് പറഞ്ഞാലും അയാളെ എന്ത് ചെയ്യൂല, പിടികൂടൊന്നുമില്ല. അത് ലോകത്ത് അങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചു. ഒരു ശിർക്ക് പറയാം, അയാൾക്ക് ആരാധനാലയം ഉണ്ടാക്കാം, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതിനൊന്നും തടയില്ല. പക്ഷേ അതൊരു ഫസാദാണ് എന്ന് മനസ്സിലായിക്കൊള്ളണം. ആ നാശത്തെക്കുറിച്ച് ഒക്കെ ശരിക്കും അള്ളാഹുവിന് നന്നായി അറിയാം. ഇനി കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേറൊരു കാര്യമില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെ അള്ളാഹു പറയാണ്. അതാണ് അടുത്ത ആയത്ത്. അപ്പൊ ഈ മുബാഹലക്ക് വേണ്ടിയുള്ള ക്ഷണം അത് അവരെ സ്വീകരിക്കാതെ പിരിഞ്ഞു. പിന്നീട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം ഇനി അഹ്ലുൽ കിതാബിനെ നേർക്ക് നേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അത് ക്രൈസ്തവരോട് മാത്രമല്ല, യഹൂദരോടും. കാരണം ക്രൈസ്തവരും യഹൂദരും ഒക്കെ അടങ്ങുന്ന അഹ്ലുൽ കിതാബ്, വേദക്കാർ. പക്ഷെ ആ വേദക്കാർ എന്ന് പറയുന്നതിൽ പോലും ഉണ്ട് ഒരു വലിയ ഗുണകാംക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ശിർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അല്ലയോ മുശ്രിക്കുകളെ എന്നല്ല വിളിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു പുത്രനുണ്ട് എന്ന് പറയുന്ന വലിയ കള്ളം പറയുന്ന ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കാൻ വേണ്ടി അള്ളാഹു പറയും, ഖുൽ, താങ്കൾ പറയുക, നബിയെ താങ്കൾ പറയുക. എന്താ പറയേണ്ടത്? അല്ലയോ മുശ്രിക്കുകളെ എന്നല്ല. അങ്ങനെ വിളിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം എന്താണ്, മുശ്രിക്ക് തന്നെയല്ലേ അവര്. പക്ഷെ അള്ളാഹു അവരെ മുശ്രിക്ക് എന്നല്ല വിളിക്കുന്നത്. അവരെ വിളിക്കുന്നത് കിതാബിന്റെ ആൾക്കാരെ, വേദക്കാരെ എന്നാണ്. കാരണം അവരവകാശപ്പെടുന്നു, ഞങ്ങൾക്ക് വേദമുണ്ട്, തൗറാത്തുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഇഞ്ചീലുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യാണ്? അംഗീകരിക്കുകയാണ്. ഒരു കൂട്ടര് ഞങ്ങള് നന്മയുടെ ആൾക്കാരാണ്, അല്ല നിങ്ങൾ പൊട്ട, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്മയുടെ ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാവോ? അങ്ങനെയാണ്. അതായത് അവര് അവകാശപ്പെടുന്ന ഒരു നന്മയെ അംഗീകരിച്ചു കൊടുക്കുക. അംഗീകരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അപ്പൊ അങ്ങനെ ചെയ്യാവൂ. നമ്മൾ മക്കളോടാണെങ്കിൽ പിന്നെ എനിക്ക് എന്നെ വേണ്ട, ഈ ഇവിടെ കയറണ്ട എന്ന് പറയുന്നതിന് പകരം എൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു വേറൊരു സാധനം ഉണ്ടല്ലോ. അമ്മൻ്റെ മോൻ ഇങ്ങനെ ചെയ്യോ, നല്ല മോന്. അപ്പൊ ആദ്യം അവൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി നമ്മൾ അംഗീകരിക്കുകയും എന്നിട്ട് അത് മൊത്തം ദഅവത്തിന്റെ ഒരു രീതിയാണ്, രീതിശാസ്ത്രമാണ്. നിങ്ങൾക്ക് ഒരാളെയും ചീത്ത വിളിച്ച് നന്നാക്കാൻ കഴിയില്ല. ചീത്ത വിളിച്ചാൽ അമ്മക്കൊരു സുഖം കിട്ടുമെങ്കിൽ അത് വേറൊരു സംഗതിയാണ്. അങ്ങനെ ഒരു സുഖം കിട്ടുമെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പക്ഷെ ആ സുഖം കൊണ്ട് എന്താവൂല, ഒരാൾ മാറൂല. പലപ്പോഴും നമ്മുടെ ഈ വാദപ്രതിവാദ വേദികളിൽ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ
നമ്മുടെ അഭിസംബോധനയിൽ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില പരിക്കുകൾ ഉണ്ടാവുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടുത്ത ദ്രോഹം ചെയ്തു വെച്ചിട്ടുള്ള ജൂതന്മാരെയും പോലും വിളിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് ഖുൽ, അവരോട് പറയുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, കിതാബിന്റെ ആളുകളെ, അൽ കിതാബിന്റെ ആളുകളെ, അൽ കിതാബിന്റെ ആളുകളെ, തആലൗ, നിങ്ങൾ വരിക, ഇലാ കലിമത്തിൻ, ഒരു തത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വചനത്തിലേക്ക്, സവാഇൻ, സമമായ, ബൈനനാ വബൈനക്കും, ബൈനനാ, ഞങ്ങൾക്കിടയിലും, വബൈനക്കും, നിങ്ങൾക്കിടയിലും. അപ്പോ നമുക്കിടയിൽ യോജിപ്പുള്ള സംഗതിയിലേക്ക് നിങ്ങൾ വരൂ. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരോട് പറയാവുന്ന കാര്യം അതാണ്. സംഘർഷപ്പെടുക എന്നതല്ല, നമുക്കിടയിൽ യോജിപ്പുള്ള പല കാര്യങ്ങളും ഇല്ലേ, ആ യോജിപ്പുള്ളതിലേക്ക് നിങ്ങൾ വരൂ. പക്ഷെ നമ്മളെപ്പോഴും നമ്മളൊരു ശൈലി എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മൾ ആദ്യവും അവസാനവും പറയാം വിയോജിപ്പ് മാത്രമാണ്. വിയോജിപ്പ് മാത്രം പറഞ്ഞാൽ മനുഷ്യന്മാരെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല. നമ്മൾ യോജിപ്പുള്ളതിലേക്ക് ആദ്യം വരും. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ആണെങ്കിൽ നമുക്ക് പറയാം, വ്യത്യസ്ത മതസംഘടനകൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, അവരുടെ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ യോജിപ്പുള്ള എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പൊ സുബൈക്ക് കുനൂത്ത് വേണോ വേണ്ട എന്നുള്ളടത്ത് അഭിപ്രായ വ്യത്യാസം, സുബൈ വേണമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ പീഡക്കൊലായിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂടി കച്ചറ ഉണ്ടാക്കുക, കുനൂത്ത് വേണം കുനൂത്ത് വേണ്ട, രണ്ടാളോട് നിങ്ങൾ സുബൈക്കരിച്ചിരുന്നു എന്ന് വെച്ച് നോക്കിയാല് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, യോജിപ്പുള്ളതിലേക്ക് വരും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സുബഹിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ട്, അവരെ നമുക്ക് നന്നായിക്കൂടെ, അതിനെ നമുക്ക് ഒന്നിച്ച് പണിയെടുത്തൂടെ? അങ്ങനെ സുബൈക്ക് വരാൻ തുടങ്ങിയാൽ പിന്നെ കുനൂത്തില്ലണോ വേണ്ടെന്ന് ഓനോട് സ്വകാര്യത്തിൽ പറഞ്ഞാൽ പോരെ, അല്ലേ? അങ്ങനെ പോരെ? അങ്ങനെ എന്തൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ? ഇഷ്ടംപോലെ സംഗതി. നമുക്ക് എല്ലാവർക്കും യോജിപ്പുള്ള ഒരുപാട് കാര്യമുണ്ട്. എല്ലാവർക്കും യോജിപ്പുള്ള കാര്യത്തെ അവഗണിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്ത് വിയോജിപ്പ് എവിടെ ഉണ്ട് എന്ന് നോക്കിയിട്ട് പോകുന്ന ഒരു രീതിയല്ല ഇത്. സമുദായത്തിനകത്തുള്ളവരോട് മാത്രമല്ല കേട്ടോ, ഇത് സമുദായത്തിന് പുറത്തുള്ള ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പോലും പറയാണ്, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കിടയിൽ യോജിപ്പുള്ള, നമുക്കിടയിൽ സമമായ അഭിപ്രായമുള്ള തത്വത്തിലേക്ക് നിങ്ങൾ വരുവിൻ. വളരെ മാന്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ വിയോജിപ്പുള്ളത് അവിടെ ഉണ്ട്, പക്ഷെ യോജിപ്പുള്ളതിലേക്ക് വരുവിൻ. എന്നിട്ട് പറയാണ്, എന്താണ് ആ യോജിപ്പിന്റെ തലം എന്ന് പറയുമോ? എന്താണ്? അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആർക്കും നാം വഴിപ്പെടാതിരിക്കുക, അല്ലാഹു അല്ലാത്ത ആർക്കും വഴിപ്പെടാതിരിക്കുക. വലാ നുശ്രിക ബിഹി ശൈആ, ഒന്നിനെയും അവനിൽ നാം പങ്കുചേർക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ഇത് വേദക്കാർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വേദക്കാർ അംഗീകരിക്കുന്ന ആ വസ്തുതയെ അവർ തന്നെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന് അവർ പറയുന്നു. അപ്പൊ നമ്മൾ അവരോട് പറയാണ്, ഏതായാലും പുത്രൻ ഉണ്ടെങ്കിൽ ഒന്നാക്കണ്ട, വേറെ കുറെ പുത്രന്മാരുണ്ട് എന്ന് പോലും സമ്മതിക്കോ? സമ്മതിക്കൂല. അള്ളാഹുവിന് യേശു അള്ളാഹിന്റെ പുത്രനാണ് എന്ന് പറയുന്നവരോട് നമ്മൾ പറയാണ്, യേശു മാത്രല്ല വേറെയും ഒരു 4-5 കുട്ടികളുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാല് സമ്മതിക്കൂല. എന്താ സമ്മതിക്കാത്തത്? സമ്മതിക്കൂല. അപ്പൊ അത് ആ ഒരു പിഴവ്, അവർ വിചാരത്തിലുള്ള ഒരു പിഴവ് അവർക്ക് ഉണ്ടായിരിക്കെ തന്നെ അവർക്കറിയാം അള്ളാഹു എന്താണ്, അങ്ങനെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവനല്ല എന്ന് അവർക്കറിയാം. അപ്പൊ അസില് അവർക്കറിയാം, പക്ഷെ അവരിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ അല്ലാതെ ആർക്കും വഴിപ്പെടാതിരിക്കുക. വലാ നുശ്രിക് ബിഹി ശൈആ, ഒന്നിനെയും അവനിൽ നാം പങ്കു ചേർക്കാതിരിക്കുക. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദാ, എന്താണ്? വലാ യത്തഖിദ, നാം സ്വീകരിക്കാതിരിക്കുക, ബഅ്ദുനാ ബഅ്ദാ, നമ്മിൽ ചിലർ ചിലരെ, അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിക്കാതിരിക്കുക.
അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിക്കാതിരിക്കുക. ഇനിയും അത് പൂർത്തിയായിട്ട് പറയാം. ഫഇൻ തവല്ലൂ, ഈ വർത്തമാനത്തിനൊക്കെ ശേഷവും അവർ പിന്തിരിഞ്ഞു കളയുന്നുണ്ടെങ്കിൽ ഫഖൂലൂ, നിങ്ങൾ പറയുക, ഇശ്ഹദൂ, നിങ്ങൾ സാക്ഷികളാകുവിൻ, ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളാവണേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അവർ വരുന്നില്ല എന്ന് കണ്ടാൽ, അവർ വീണ്ടും പിന്തിരിഞ്ഞു കളയാണെന്ന് കണ്ടാൽ, എന്നാ പിന്നെ ഞാൻ എന്തോ നിർത്തിയേക്കാണെന്നല്ല പറയേണ്ടത്. അങ്ങനെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരുവിൻ, നമുക്ക് യോജിപ്പുള്ളതിലൂടെ വന്ന് പിന്നെ അടുത്തതിനെ കുറിച്ചും ചർച്ച ചെയ്യാം. ആദ്യം യോജിപ്പുള്ളതിലേക്ക് വരിക, പിന്നെ എന്ത് ചെയ്യാം, ക്രമേണ നമുക്ക് മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാം. പക്ഷെ അവർ വരുന്നില്ല, യോജിപ്പുള്ളതിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ പിന്നെ അവരോട് പറയാം, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു. അവിടെ വലിയൊരു സംഗതിയുണ്ട്. നമ്മൾ മുസ്ലിമാന്നുള്ളതിനാ ഒരു സാക്ഷ്യം വഹിക്കുന്നത്? അങ്ങനെ നമുക്ക് ചോദിക്കാലോ. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലെ ഒരു മതത്തെ കുറിച്ചുള്ള പൊതുബോധം എന്താണ്? മതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്ന ഒരു കാര്യമായിട്ട്, അത് ഓരോരുത്തർ മനസ്സിൽ വെച്ചാൽ മതി എന്നാണല്ലോ. പക്ഷെ ഖുർആൻ പറയുന്നത് നിങ്ങളെ വിശ്വാസികളാണ്, നിങ്ങൾക്ക് മനസ്സിലില്ലേ, നാം അത് മതിച്ചോ എന്നല്ല. നിങ്ങൾ അവരോട് പറയൂ, ഞങ്ങൾ മുസ്ലിമാണെന്നുള്ളത് നിങ്ങൾ സാക്ഷികളാവണേ. അപ്പോൾ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ദീനും ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാതെ സൂക്ഷിക്കേണ്ടെന്നൊരു സംഗതിയല്ല, ആളുകൾക്കിടയിൽ പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷെ നമ്മളുടെ പൊതുബോധം എന്താന്ന് വെച്ചാൽ അത് ഉള്ളിൽ വെക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മതത്തെക്കുറിച്ചുള്ള വിചാരം അത് അപകടകരമായ ഒരു കാര്യമാണ്, അത് വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെയുള്ള വിചാരത്തിലാണ് നമ്മളതെല്ലാം എന്താക്കണം, മനസ്സിൽ വെക്കണം എന്ന് പറയും. അതെ, അപ്പൊ മതം എന്ന് പറയുന്നത് വ്രണപ്പെടുന്ന ഒരു വികാരമല്ല. ആദ്യം തന്നെ മതത്തെക്കുറിച്ച് മോശമായ ഒരു നരേഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനോടുള്ള നടപടി പറയാണ് ചെയ്യുന്നത്. മതം എന്ന് പറയുന്നത് തൊട്ടാൽ പൊട്ടുന്ന ഒരു ബോംബ് പോലെ, പിന്നെ നമ്മളാ മറ്റേ ടാങ്കർ ലോറിന്റെ ബേക്കിൽ എഴുതിയേക്കൂലേ, ഹൈലി ഇൻഫ്ലാമബിൾ, ഇത് ഭയങ്കര പൊട്ടിത്തെറി സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ മതവും കൊണ്ട് ഇങ്ങനെ പോവാണ്. മതത്തെ കുറിച്ച് പറയരുത്, പറഞ്ഞാ ഭയങ്കര പ്രശ്നം ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിക്കരുത്, പറയരുത്, മിണ്ടരുത്, അതിനെപ്പറ്റി യാതൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നാലും അത് മാത്രം പറയരുത്. കാരണം പറഞ്ഞാൽ എന്താവും, പൊട്ടിപ്പോവും. അങ്ങനെ ഹൈലി ഇൻഫ്ലമബിൾ ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഉറുക്കിന്റെ മോഡലല്ലേ ടാങ്കർ ലോറി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇത് പൊട്ടിത്തെറിക്കാനൊന്നുമില്ല. ഇനി ഒരാള് റസൂലുള്ളാഹിനെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, അള്ളാഹുവിനെ കുറിച്ച് തന്നെ എന്തോ പറഞ്ഞോട്ടെ, ഖുർആനെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, ഖുർആനിനെ വിമർശിച്ചവരോട് ഖുർആൻ എന്താ പറഞ്ഞേ? നീ വിമർശിച്ചില്ലേ, എന്നാ പിന്നെ എന്നെ ശരിയായി കളയെന്നല്ല. നിങ്ങൾക്ക് ഈ ഖുർആനെ കുറിച്ച് വല്ല അംശം ഉണ്ടെങ്കിൽ ഈ ജാതി നിങ്ങളൊന്നും കൊണ്ടുവരുന്നാല് ഇതൊരു രസമുള്ള വർത്താനാണത്. നീ പറഞ്ഞല്ലേ ഞങ്ങൾ വികാരം വ്രണപ്പെട്ടു എന്നൊന്നുമല്ല, വിമർശിച്ചു, ഓക്കെ, എന്നാല് നിങ്ങളുടെ തിണ്ട് നിങ്ങൾ കൊണ്ടുവരി, നിങ്ങളെല്ലാവരും വിളിച്ചോളി, അല്ലാത്ത വേറെ എന്തെല്ലാം ആരൊക്കെ നിങ്ങൾ കിട്ടുമോ അവരെല്ലാരും കൂട്ടുപിടിച്ചിട്ട് ഇജാതി ഒന്ന് കൊണ്ടുവരി നിങ്ങൾ എന്ന് പറയാൻ കാണിക്കുന്ന വളരെ സർഗാത്മകമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരാള് അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു, ആയിക്കോട്ടെ, അപ്പൊ അവരോട് പറയാം, എന്നാ യഥാർത്ഥത്തിൽ അങ്ങനൊന്നും അല്ല കേട്ടോ, ഇതാണ് സംഭവം. നബിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു, അപ്പൊ നമുക്ക് നബിയുടെ ജീവിതം എന്താന്ന് ശരിക്കുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു, അതെന്താന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പൊട്ടിത്തെറിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ തന്നെ ഇല്ല. എന്നിട്ട് അവരോട് കാര്യങ്ങൾ വൃത്തിയിലും കൃത്യതയിലും പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ഇതാണ് കേട്ടോ ഇസ്ലാം, ഞങ്ങൾ മുസ്ലിങ്ങളാണ് കേട്ടോ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളാവും. നിങ്ങൾ സ്വീകരിക്കണ സൗകര്യം ഉണ്ട്, സ്വീകരിച്ചോ, ഇല്ലെങ്കിൽ സ്വീകരിക്കണ്ട, നിങ്ങളെ കാര്യം. പക്ഷെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂമിയിൽ അതുകൊണ്ട് നാശം ഉണ്ടാവും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, സദാചാര പ്രശ്നം ഉണ്ടാവും, എല്ലാവിധ കുരുമാലുകളും ഉണ്ടാവും, അരാജകത്വം ഉണ്ടാവും, അരക്ഷിതത്വം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തുണ്ട്,
സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശം. ആ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും. സൂറത്തുൽ ഹജ്ജില് യുദ്ധം അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത് ആ ഒരു കാര്യമാണ്. അതായത് ജൂതന്മാരുടെ ആരാധന ശിർക്കാണ്, ക്രിസ്ത്യാനികളുടെ ആരാധന ശിർക്കാണ്, ബൗദ്ധവിശ്വാസികളുടെ ആരാധന ശിർക്കാണ്, സന്യാസം ഇസ്ലാമികമല്ല, തെറ്റാണ്. ഈ സന്യാസി മഠങ്ങളെയും ആരാധനാലയങ്ങളെയും ജൂത സിനഗോഗുകളെയും ക്രൈസ്തവ ചർച്ചുകളെയും ഒക്കെ അതോടൊപ്പം അള്ളാഹുവിന്റെ ഭവനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം തന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ആരാധനാ രീതികൾ അവരുടേത് തെറ്റാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ തെറ്റ്, ആ ആരാധനാ രീതി ചെയ്യാൻ ഒരാൾക്ക് അവസരം ഉണ്ടാവുന്നില്ലെങ്കിൽ ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്നാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പ്രബോധിത സമൂഹത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ഇത് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ സംസാരത്തിലും ചിന്താരീതിയിലും നടപടിക്രമങ്ങളിലൊക്കെ അത് സ്വാധീനം ചെലുത്തും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരു ചരക്ക് മാർക്കറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരാൾ സെയിൽസ്മാൻ ആണ്, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്, അല്ല അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് എങ്കിൽ അയാൾ കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറുക? മനസ്സിലായോ? കസ്റ്റമർ ചിലപ്പോൾ എന്ത് ചെയ്യും? അതെടുക്ക്, ഇതെടുക്ക്, മറ്റേ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതല്ലാത്ത പറഞ്ഞില്ല എന്ന് ചോദിക്കും. ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ഒരാവശ്യമില്ലാതെ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് പോവും. കസ്റ്റമറൊക്കെ ചെയ്യും. കാരണം കസ്റ്റമറിന്റെ ഒരു നിലവാരത്തിലെ കസ്റ്റമർ നിൽക്കുന്നത്. ഇത് വിൽക്കണമെന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഷോപ്പിലേക്ക് കയറി ഇവനെ ഇതൊന്നും എടുക്കാൻ വരുന്നവനല്ല എന്ന് വിചാരിച്ചിട്ട് കൈകാര്യം ചെയ്യുമോ? ചിലപ്പോൾ ഈ കച്ചവടം ചെയ്ത് പരിചയമുള്ള ഒരു സെയിൽസ്മാന് മനസ്സിലാവും, ഒരാൾ വന്ന് ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഇവനത് എടുക്കുമോ ഇല്ല എന്നൊക്കെ ഓരോ പരിചയം കൊണ്ട് അവന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്താ ഇവൻ ചെയ്യാ? സാധനമൊക്കെ എടുത്തിട്ട് കൊടുക്കും. അത് വേണ്ട അറിയാം, അന്നാ വേണ്ട, ഓക്കെ. അപ്പൊ ഒരാൾ ചോദിക്കുക, എന്താണ് ഇങ്ങനെ ഇവന്റെ മുമ്പിൽ ഇങ്ങനെ മാനം കെടുന്നു അല്ലേ? ഇവനെ എന്തും ചോദിച്ചാ വന്ന് സാരി, കുറേ സാരി കണ്ടപ്പോ പിന്നെ ചോദിക്കുക ചുരിദാറിന്റെ ടോപ്പ് ഉണ്ടോ? എന്നാ പിന്നെ ആദ്യം ചോദിച്ചാൽ പോരെ, കൊടുക്കരുത് തോന്നി എന്ന് വിചാരിക്കും ഒരാള്. ഓ ആയിക്കോട്ടെ മാഡം, എന്നാ പിന്നെ നമുക്ക് ചുരിദാർ സെഷൻ അപ്പുറത്താണ് മാഡം, അങ്ങോട്ട് പോവാം. ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ മൂപ്പർക്ക് പിന്നെ അഭിപ്രായം മാറി. പിന്നെ എന്നാ പിന്നെ സാരി ആയിക്കോട്ടെ. അപ്പൊ ഈ സെയിൽസ്മാൻ അപ്പൊ എന്താ പറയാ? ഓ ആയിക്കോട്ടെ മാഡം, അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സാരിയിൽ കുറച്ചുകൂടി ഐറ്റം ഇത് വേടമുള്ളത് പറ്റില്ല. ഇവിടെ കാണാത്ത ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാം. ഉണ്ടല്ലോ, ഇതുവരെ നേരത്തെ മാഡം നോക്കാത്ത ചില ഐറ്റം കൂടി അപ്പുറത്തുണ്ട്, അതെടുക്കാന്ന് പറയില്ലേ? അങ്ങനെ പറയുന്നിടത്തുനിന്ന് ഇനിയിപ്പോ ഞമ്മക്ക് കുറച്ചൊരു ഡിസൈൻ പറ്റിയില്ലെങ്കിലും നമ്മളൊന്നും എടുക്കൂ. കാരണം എന്താണ്? ഓ നല്ല വ്യക്തി, അവള് ഒരുപാട് വളരെ എന്താണ് അവളുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ അവള് പറയും നമുക്ക് വേറെ നോക്കട്ടോ, ഇനി ഇല്ലെങ്കിൽ സ്റ്റോക്ക് നാളെ വരാനുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ വേറെയും. അപ്പൊ നമ്മൾ എന്തായാലും വാങ്ങൂല, തിരിച്ചു പോവാന്ന് പറഞ്ഞാല് പിന്നെ എത്ര നേരം എന്നെ ഇടങ്ങാറാക്കേണ്ടി വരും ചോദിക്കണതിന് പകരം എന്താ പറയാ? ഇത് ഇഷ്ടമായില്ലല്ലേ, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വേറെ സ്റ്റോക്ക് വരാനുണ്ട്, നിങ്ങളെ നമ്പർ തന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞുതരാം. കാരണം ഇത് ചെലവഴിക്കൽ ആരാവശ്യമാണ്? അപ്പൊ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ചരക്ക് അല്ലാഹുവിന്റെ ദീനാണ്. അപ്പുറത്തുള്ളവന് ആ പ്രശ്നമൊന്നുമില്ല, അവനെന്തല്ലോ പറയും, എന്തെല്ലോ കേൾക്കും. അപ്പോ നിങ്ങൾ എന്തിനാണ് വെറുതെ ഓല പിന്നാലെ പോകുന്നത് എന്ന് ചോദിക്കരുത്. ഓല പിന്നാലെ പോണോ? എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഇവര് വന്നപ്പോ ഇവര് വലിയ വാദവും ഒക്കെ ആയിട്ട് ഉന്നയിച്ചപ്പോ അവരോട് മുബാഹലൊക്കെ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ നിങ്ങളെ കുടുംബത്തെ കൂട്ടിക്കോ, നമ്മളെ കുടുംബത്തെ കൂട്ടാം, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അവരതിൽ നിന്ന് പിരിഞ്ഞപ്പോ എന്നാ പിന്നെ അതിന്റെ പേരിൽ ഒരു സൈനിക നടപടി ഒന്നും സ്വീകരിക്കാതെ എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ ജിസിയ തന്നെ നമ്മൾ നോക്കിക്കോളാം. ജിസിയ തരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം ആര് കൊടുക്കണം?
കൊടുക്കണം. ആരെ ജീവനും സ്വത്തായി സംരക്ഷിക്കുന്നത്? റസൂലുള്ളാഹിനോട് സംവാദം നടത്തി ക്രിസ്ത്യാനിയാക്കാൻ വന്നിട്ട് തോറ്റുപോയ ഒരു കൗമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ എന്ന് പറയാണ്. അതിനും ശേഷം അവരോട് വീണ്ടും പറയാണ്. എന്താ പറയുന്നത്? തോറ്റവരെ, ഒന്നും ഇല്ലാണ്ടായി പോയവരെ എന്നൊന്നല്ല. യാ അഹ്ലൽ കിതാബ്, അൽ കിതാബിന്റെ ആൾക്കാരെ നിങ്ങൾ വരൂ. അപ്പൊ ഇത് എന്തിനാണ്? ഇതൊരു താഴ്ന്നു കൊടുക്കലല്ല. ഇത് കാരണം ഈ വിജ്ഞാനവും ഹിദായത്തും ഉള്ളത് മുഅ്മിനീങ്ങളടുത്താണ്. മറ്റവൻ്റെ അടുത്ത് എന്തുണ്ട്? ഒന്നുമില്ല. ഇനി അയാൾ കുറച്ച് നിഗളിച്ചാലും കുറച്ചെന്തെങ്കിലുമൊക്കെ സംഗതി കാണിച്ചാലും അതെല്ലാം എവിടെയൊക്കെ ഉള്ളൂ? ഇവിടേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും അവനെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നാണ് വേണ്ടത്. കാരണം എന്താ? ഇവന് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചതൊന്നും ചിന്തിക്കാതെ ഇവൻ എന്തെല്ലാം ഈ കാട്ടിക്കൂട്ടുന്നത്? പടച്ചോനെ, ഇവർക്ക് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണേ, ഹിദായത്ത് കാണിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് അവരിലേക്ക് വീണ്ടും ഈ മെസ്സേജ് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. എങ്ങനെയെങ്കിലും ഓളൊരു ചുരിദാർ കോട്ടയം വിചാരിച്ചിട്ടല്ലല്ലോ ഇവള് നിർബന്ധിക്കണ്. എന്തിനാണ്? ഇത് കച്ചവടമാവണം. കച്ചവടാന്റെ ആരാവശ്യമാണ്? കച്ചവടക്കാരൻ്റെ ആവശ്യമാണ്. അപ്പോ അതുകൊണ്ടാണ് പിന്നെ എവിടെ കണ്ടത്? അരിയടുത്ത് പാലത്തിന്റെ അടുത്ത് അവിടെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ പ്രിൻസ് ആണ്, ബട്ട് TVS ഷോറൂമില് നിങ്ങൾ കിങ് ആണ്, കസ്റ്റമർ കിങ് ആണ്. ഞാൻ രാജകുമാരനാണെങ്കിൽ നിങ്ങളാണ് ആര്? രാജാവ്. അപ്പോ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? അവരുടെ ഒരു ആത്മാഭിമാന ബോധമാണ്. രാജകുമാരനാണ്, അവരുടെ നിലവാരമാണല്ലോ. പക്ഷേ അതുക്കും മേലെയാണ് എന്ത്? കസ്റ്റമർ എന്ന് പറയും. അപ്പൊ പ്രബോധിതരായ ആളുകൾ, അതിൽ മുശ്രിക്കുകൾ ഉണ്ടാവും, ജൂതന്മാരുണ്ടാവും, പിന്നെ ക്രൈസ്തവരുണ്ടാവും, അവരിൽ പലരും ഉണ്ടായിക്കോട്ടെ. അവർ പലതരം വാദമുഖങ്ങൾ ഉന്നയിക്കും, പലതും പറഞ്ഞാൽ കേൾക്കാതിരിക്കും, പലപ്പോഴും മുഖം തിരിക്കും, തിരിഞ്ഞു കളയും, ആയിക്കോട്ടെ. ഇതെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് ഈ സന്ദേശം എത്തിക്കണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് വേദവിശ്വാസികളെ ഞങ്ങളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നതിലേക്ക് നിങ്ങൾ വരും. അപ്പം നമുക്ക് നമ്മളെ നാട്ടിലുള്ളവരോട് പറയാം, നമ്മളും നിങ്ങളും യോജിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഒരുപാട് സ്ഥലങ്ങളില്ലേ നാട്ടില് മദ്യവും മയക്കുമരുന്നും പെരുകുന്നു. ഇതിലിപ്പോൾ ആർക്കാ അഭിപ്രായത്തിലുള്ളത്? നമുക്ക് ഇതിനോടുള്ള സമീപനത്തിൽ വിശദാംശങ്ങളിൽ എല്ലാം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നമുക്ക് രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന ഒരു തലമാണ് നമ്മുടെ തലമുറ ലഹരിക്കടിപ്പെട്ടു പോകുന്നു. നമുക്ക് ഒന്നിച്ചിരിക്കാം, അതിനെതിരെ സംസാരിക്കാം. അങ്ങനെ യോജിച്ചിരിക്കുമ്പോൾ അവന്റെ വിശ്വാസവും ആരാധനയും അവന്റെ അഖീദയും എല്ലാം ശരിയായി പൂർണ്ണമായി കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അത് മറ്റു കാര്യങ്ങളാണ്. അതിലേക്ക് പ്രവേശിക്കാൻ ഒരു പക്ഷേ ഇത് അവസരം സൃഷ്ടിക്കും. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും മുൻനിരയിലുള്ള ഒരു ഇസ്ലാമിക പ്രബോധകൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നത് മദ്യനിരോധന പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടാണ്. അയാൾ നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ അയാൾ മദ്യനിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവർ തമ്മിൽ വ്യക്തിബന്ധം ഉണ്ടായി. അപ്പൊ ഇയാൾ മദ്യനിരോധന പ്രവർത്തനം നടത്തണം എന്തിനാന്ന് വെച്ചാൽ അള്ളാന്റെ അടുത്ത് നിന്ന് കൂടിയിട്ടാണ്. മറ്റേ തന്നെ ഇങ്ങനത്തെ ഒരു അള്ളാൻ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ മദ്യം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്തായി? യോജിപ്പുണ്ടായി. അതിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെ ആ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കെ എന്താകുന്നു? അയാൾ ഇസ്ലാം സ്വീകരിക്കും. ഇങ്ങനെ നിങ്ങൾ പൊതുവായ നന്മയിലേക്കും പരസ്പര യോജിപ്പുള്ളതിലേക്കും വരുവിൻ. അങ്ങനെ വന്നിട്ട് നമ്മൾ എത്തിപ്പെടേണ്ടത് എവിടെയാണ്? അള്ളാഹു അല്ലാത്ത ആർക്കും കീഴ്പ്പെടാത്ത, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാം. യാ അഹ്ലൽ കിതാബ്, വീണ്ടും വിളിക്കുകയാണ്. അല്ലയോ വേദക്കാരെ, ലിമ, എന്തിനാണ് തുഹാജ്ജൂന, നിങ്ങൾ തർക്കിക്കുന്നത്, ഫി ഇബ്രാഹിമിന്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത്? വമാ ഉൻസിലത്, അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, അത്തൗറാത്ത് വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും ഒന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷമല്ലാതെ. അഫലാ തഖലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇപ്പൊ യഹൂദികൾ പറയാണ് അബ്രഹാം എന്ന് പറയുന്നത് ആരാണ്?
ഞങ്ങളതാണ്. അബ്രഹാം ജൂതനായിരുന്നു എന്ന് പറയാണ്. ക്രൈസ്തവർ പറയാണ് അബ്രഹാം ക്രിസ്ത്യാനിയായിരുന്നു. അള്ളാഹ് ചോദിക്കാണ്, എന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം ഈ യഹൂദ മതം ഉണ്ടായത് എപ്പോഴാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണല്ലോ. യഹൂദ എന്ന് പറയുന്ന ഒരു വിഭാഗം ശക്തിപ്പെടുകയും ആ ശക്തിപ്പെട്ട വിഭാഗത്തിന്റെ സ്വാധീന വലയത്തിലേക്ക് ഇസ്രായേൽ സമൂഹം മുഴുവനും വരികയും ചെയ്തപ്പോഴാണ് യഹൂദ മതം ഉണ്ടായത്. എന്തായാലും മൂസാ നബിക്ക് ശേഷമല്ലേ? അപ്പൊ ഇബ്രാഹിം അതിന്റെ മുന്നല്ലേ? അപ്പൊ ഇബ്രാഹിം യഹൂദിയാണ് എന്നെങ്ങനെ നിങ്ങൾ പറയാ? യഹൂദമതം ഉണ്ടായത് തന്നെ എപ്പോഴാണ്? മൂസാ നബിക്ക് ശേഷം. അപ്പൊ ഇബ്രാഹിമിന് മുമ്പ് നമ്മൾ തൗറാത്ത് അവതരിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഫലാ തവക്കലൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ ചിന്തിക്കണ്ട, ബുദ്ധി വേണ്ട, അതങ്ങോട്ട് കേട്ടാ മതി എന്നല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്ക്, നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിക്ക്, എന്നിട്ട് മനസ്സിലാക്കി. എന്താണ്? ഇബ്രാഹിം ഉള്ളപ്പോൾ തൗറാത്ത് ഇറക്കിയിട്ടില്ല. തൗറാത്ത് ഇബ്രാഹിമിന് ശേഷമാണല്ലോ ഇറക്കിയത്. ഇഞ്ചീൽ, ക്രിസ്ത്യാനികൾ പറയുന്നത് ഇഞ്ചീലിനെ കുറിച്ചാണ്. ഇബ്രാഹിമിന്റെ കാലത്ത് എന്തില്ല? ഇഞ്ചീലില്ല. അപ്പോൾ ഇല്ലാമിൻ ബഅദിഹി, ഈ തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇബ്രാഹിമിന് ശേഷമാണല്ലോ ഇറക്കിയത്. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇബ്രാഹിമിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ശരിക്കും ചിന്തിച്ചു നോക്ക്. അപ്പൊ അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇബ്രാഹിമിന്റെ ശേഷമാണല്ലോ ഖുർആനും ഇറക്കിയത്. പക്ഷെ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഖുർആൻ മാത്രവാദികളല്ല. നമ്മൾ തൗറാത്ത് അംഗീകരിക്കുന്നു, ഇഞ്ചീൽ അംഗീകരിക്കുന്നു, സുഹഫ് ഇബ്രാഹിം അംഗീകരിക്കുന്നു, അല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമൊക്കെ ഇറങ്ങിയ ഏടുകളെ കുറിച്ച് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ അതിൻ്റെ മുന്നേ ഉള്ളത് അംഗീകരിക്കുന്നു. നമ്മൾ ആദ നബി മുതൽ തന്നെ അംഗീകരിക്കുന്നു. എല്ലാ നബിമാരും അംഗീകരിക്കുന്നു. ചിലരെക്കാൾ ശ്രേഷ്ഠരായിട്ട് ചിലർ തള്ളിക്കളയാ, ചിലർ മോശം എന്ന് പറയുന്നൊന്നുമില്ല, വിവേചനം കാണിക്കുന്നില്ല. അങ്ങനെയാണ്. പിന്നെ ഇബ്രാഹിം മുഹമ്മദീയനായിരുന്നു എന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം മുഹമ്മദീയനായിരുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളെ കുറിച്ച് തന്നെ മുഹമ്മദീയൻ എന്ന് പറയുന്നില്ല. നമ്മളെന്താ പറയുന്നത്? ഹനീഫൻ മുസ്ലിമാണ്. ഇബ്രാഹിം നബി ഹനീഫ് മുസ്ലിമായിരുന്നു, മൂസാ നബി ഹനീഫ് മുസ്ലിമായിരുന്നു, ഈസാ നബി ഹനീഫ് മുസ്ലിമായിരുന്നു, ആദ നബി ഹനീഫ് മുസ്ലിമായിരുന്നു. എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇബ്രാഹിമിന്റെ കാര്യത്തിൽ എന്തിനാണ് തർക്കിക്കുന്നത്? ഹാ അൻതും, ഹാ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സാധാരണ ഓയ് എന്നൊക്കെ വിളിക്കുന്ന ഒരു രീതിയാണ്. ഹാ അൻതും, ഓ നിങ്ങളിതാ, നിങ്ങൾ തർക്കിച്ചു, ഫീമാ ഒരു കാര്യത്തിൽ, ലക്കും നിങ്ങൾക്കുണ്ട്, ബിഹി അതിനെപ്പറ്റി ഇൽമുൻ അറിവ്, ഫലിമ ഇനി എന്തിനാണ് തുഹാജൂന നിങ്ങൾ തർക്കിക്കുന്നത്, ഫീമാ ഒരു കാര്യത്തിൽ, ലൈസ ലക്കും നിങ്ങൾക്കില്ല, ബിഹി അതിനെപ്പറ്റി ഇൽമുൻ അറിവ്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് തർക്കിച്ചു. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് അറിയാത്ത കാര്യത്തിൽ തർക്കിക്കുന്നത്? അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ ഒന്നും അറിയുന്നില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ വിളിച്ചത് നമ്മൾ തമ്മിൽ യോജിപ്പുള്ള കാര്യത്തെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിവുള്ള കുറെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ അറിയാത്ത കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായി, എത്ര പ്രതിപക്ഷ ബഹുമാനത്തോടെ അല്ലേ അവരെ വിളിക്കുകയാണ്. നിങ്ങൾ വരൂ. അപ്പൊ വിളിക്കുന്നിടത്ത് കാഫറേ, മുശ്രിക്കേ എന്നൊന്നും വിളിക്കുന്നില്ല. വിളിക്കുന്നത് അഹ്ലുൽ കിതാബ്. അൽ കിതാബ് എന്ന് പറയുന്നതോ ദാലിക്കൽ കിതാബ്, അള്ളാഹു ആദരിച്ച സാധനമാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ ഖുറാനിൽ അൽ കിതാബ് എന്ന് പറയുന്നത് വിശേഷപ്പെട്ടൊരു സംഗതിയാണ്. അതിന്റെ ആൾക്കാരെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ വല്ലാത്ത ഒരു അടുപ്പം ഫീൽ ചെയ്യുന്ന രീതിയിൽ വേദത്തിന്റെ ആളുകളെ നിങ്ങൾ വരൂ എന്നുള്ള മനോഹരമായ ഒരു അഭിസംബോധനയും, എന്നിട്ട് അവരെ ഒരു ക്ഷണവും, എന്നിട്ട് അവരോട് കാര്യങ്ങൾ വൃത്തിയിലും ഭംഗിയിലും പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പൊ ഇത് പറയണം.
നേരത്തെ നമ്മൾ ഖുർആനെ പറ്റിയാന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അള്ളാഹു ഇറക്കിയ എല്ലാ കിതാബും അൽ കിതാബാണ്, അങ്ങനെയും പറഞ്ഞിരുന്നു. അതായത് തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും സബൂറിനെ കുറിച്ചും ഏടുകളെ കുറിച്ചും അള്ളാഹു ഇറക്കിയിട്ടുള്ള എല്ലാ നിയമവ്യവസ്ഥകളും അൽ കിതാബ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നു. ആയിക്കൊള്ളണമെന്നില്ല. ഖുർആൻ പരാമർശിക്കാത്ത ഗ്രന്ഥവുമാകാം അള്ളാഹു ഇറക്കിയതായ എല്ലാ കിതാബും. അതെ, മാഷ് വെച്ചൊരു സംഗതി പ്രസക്തമായ ഒരു ചോദ്യമാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സൂഫ് ഇബ്രാഹിം മാത്രമല്ല, അള്ളാഹു ഇറക്കിയതായ എല്ലാ കിതാബുകളും ഈ വിശാലമായ കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾക്ക് അറിയാത്തതും ഉണ്ടാവാം, നമുക്ക് അറിയുന്നത് മാത്രമല്ലല്ലോ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമുക്ക് പേരറിയുന്ന നബിമാർ 25, അത് മാത്രമല്ലല്ലോ നബിയുള്ളത്. ഹദീസ് അനുസരിച്ച് 1.25 ലക്ഷത്തോളം നബിമാർ വന്നു എന്ന് പറഞ്ഞാൽ, പക്ഷേ അവരുടെ പേരോ അവരുടെ ചരിത്രമോ എന്തായിട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ കൈകടത്തി ബൈബിളായിട്ട് രൂപപ്പെടുത്തിയതുപോലെ അള്ളാഹുവിൽ നിന്ന് തന്നെ ഇറക്കപ്പെട്ട പല വേദങ്ങളും കൈകടത്തലുകൾക്ക് വിധേയമായ രീതിയിൽ ആയതായിരിക്കാം നമ്മൾ കാണുന്ന വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എന്ന ഒരു വായനയുണ്ട്. കാരണം അതിലൊക്കെ ഈ പറയപ്പെടുന്ന ഇസ്ലാമിന്റെ അസിൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ബൈബിളിൽ തന്നെ ബൈബിൾ ആയിരിക്കെ തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് അതിൽ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വേറെയും കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പേരുകൊണ്ട് മാത്രമല്ല, അള്ളാഹു എന്ന് പറയുന്നതിന്റെ ഏകത്വത്തെ പരാമർശിക്കുന്ന കുറേ സംഗതികൾ അതിൽ പറയുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ എന്താണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകം. ഈ 3 കാര്യങ്ങളും ബൈബിളിലും കാണുന്നുണ്ട്, വേദങ്ങളിലുണ്ട്. നമ്മളെ ഇന്ത്യൻ വേദങ്ങളിലുണ്ട്, നമ്മളുടെ ഉപനിഷത്തുക്കളിലുണ്ട്, സ്മൃതികളിലുണ്ട്. അപ്പോ ബുദ്ധന്റെ പ്രബോധനത്തിലുണ്ട്, ജൈനൻ പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. അതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെടാത്തതും ഇതിന് വിരുദ്ധമായതുമുണ്ട്. ഏതുപോലെ ഈ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആൾക്കാര്, ഇഞ്ചീലിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? പിന്നീട് അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് പറഞ്ഞു കളഞ്ഞില്ലേ? അതിന് നേരെ വിപരീതല്ലേ? പക്ഷെ എന്നതുകൊണ്ട് ഇഞ്ചീൽ അള്ളാഹിൽ നിന്നുള്ളതല്ലേ ആണ്. അപ്പൊ ഇതുപോലെ തിരുത്തലുകൾക്ക് വിധേയമായ വേറെയും കിതാബുകൾ ഉണ്ടാകാം. ആ കിതാബുകൾ ഏതാണ് എന്ന് ഇതുപോലെ എന്താക്കിയിട്ടില്ല, നമുക്ക് കൃത്യപ്പെടുത്തി രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ചും ഒരു കാലം എന്ന് പറയുന്നത് വാമൊഴികളിലൂടെയാണ് അധികം ഇത്തരം സംഗതികളൊക്കെ മുന്നോട്ട് പോയി, വരമൊഴിയല്ല. അത് അള്ളാഹു ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ എന്ത് ചെയ്തു? ഖിയാമം വരെ ഉള്ളൊരു കിതാബ് ഇറക്കിയപ്പോ അത് ഖിയാമം വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തു. മറ്റേത് ഖിയാമം വരെ ഉള്ളതല്ല. അതുകൊണ്ട് അതങ്ങനെ അതിനുള്ള സംവിധാനം അള്ളാഹു സ്വീകരിച്ചില്ല. ആര് 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 ഫോളോ ചെയ്ത്? അങ്ങനല്ല പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അതെനിക്കും അറിയില്ല, ഒന്നുകൂടി ചോദിച്ചു നോക്കി. അതെ, ആര് ഫോളോ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്? അതെ, അതിലുണ്ട് ആ സാധനം. അതായത് അന്നത്തെ ആൾക്കാരെന്ന് പറയരുത്, അന്ന് വേദത്തെ ഫോളോ ചെയ്തവർ ആ വേദത്തെയാണ് ഫോളോ ചെയ്തത്.
വേദങ്ങളെ ഫോളോ ചെയ്തവർ ആ വേദങ്ങളെയാണ് ഫോളോ ചെയ്തത്. വേദങ്ങളെ ഒന്നും ഫോളോ ചെയ്യാത്ത, തന്നിഷ്ടപ്രകാരം ജീവിച്ചവർ ആ വേദത്തെ അല്ല ഫോളോ ചെയ്തത്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബിയായിട്ട് മക്കയിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ മക്കയിൽ തന്നെ പലതരം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ബഹുദൈവ വിശ്വാസികളായിരുന്നു. ആ ബഹുദൈവ വിശ്വാസികൾ പക്ഷേ അവകാശപ്പെടാറുണ്ടായിരുന്നു എന്ത്? ഞങ്ങള് ഇബ്രാഹിമിന്റെ ആൾക്കാരാണ്, ഇബ്രാഹിമി മില്ലത്താണ്. പക്ഷെ ഇബ്രാഹിം നബിക്ക് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും നിയമത്തെ അവരെന്ത് ചെയ്തിട്ടില്ല? ഫോളോ ചെയ്തിട്ടില്ല. അങ്ങനെ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ അവരെവിടെ എത്തുമായിരുന്നു? നബി വന്നപ്പോൾ ഉടനെ ഇസ്ലാമിൽ എത്തുമായിരുന്നു. അങ്ങനെ നബി വന്നപ്പോൾ ഉടനെ ഇസ്ലാമിൽ എത്തിയൊരു വിഭാഗവും ഉണ്ട് മക്കയില്. അതാണ് ഹനീഫുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. അതിന്റെ പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നവരാണ് വറഖത്ത് ബിൻ നൗഫൽ, ഖദീജ റളിയല്ലാഹു അൻഹ. അവരൊക്കെ ഹനീഫുകളിൽപ്പെട്ടവരാണ്. അവര് അതിനു മുമ്പുള്ള വേദങ്ങളെ ഫോളോ ചെയ്തവരാണ്. പക്ഷെ ഫോളോ ചെയ്തെങ്കിലും ക്രൈസ്തവര് ചെയ്ത പോലെ ഇഞ്ചീലിനെ എന്താക്കിയിട്ടില്ല, അവര് കളങ്കപ്പെടുത്തിയിട്ടില്ല. തൗറാത്തിനെ അവര് വക്രീകരിച്ചിട്ടില്ല. തൗറാത്തും ഇഞ്ചീലും ഒക്കെ പറയുന്ന നിയമങ്ങൾ അവർക്ക് ലഭ്യമായ സോഴ്സ് അനുസരിച്ച് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ത് ചെയ്തത് എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയെയും മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനങ്ങളെയും അംഗീകരിക്കാതിരുന്നത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ട് ഇടക്ക് അവരുടെ ബന്ധുവാണല്ലോ, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ശരിയല്ലല്ലോ, കാരണം ഈ മുശ്രിക്കുകൾ ഈ പറഞ്ഞൊന്നും ചെയ്യുന്നൊന്നും ശരിയല്ലല്ലോ, അത് കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് നാട്ടുകാരോട് പറഞ്ഞൂടെ എന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് അത് പറയാനുള്ള ആള് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? അതെ, അങ്ങനെ ഉണ്ട്. അങ്ങനെ വരും എന്നുള്ളത് എവിടുന്നാ മനസ്സിലാക്കുന്നത്? ഈ കിതാബിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. എന്നിട്ട് ആ വരുന്ന ആളെ കാത്തിരിക്കുകയാണ് വറഖത്ത് ബിൻ നൗഫൽ ചെയ്യുന്നത്. ആ ആളെ കാത്തിരിക്കുന്നതിൽ ഒരുമിച്ച് കൂടുകയാണ് ഖദീജ ബീവി ചെയ്യുന്നത്. അങ്ങനെ ഖദീജ ബീവി അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അന്വേഷിക്കുകയും പഠിക്കുകയും അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ പറ്റും, ചോദിക്കലും പഠിക്കലും അന്വേഷിക്കലും. അങ്ങനെ അല്ല, നിങ്ങളെ പോലെ തന്നെ നിങ്ങളിപ്പോ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണല്ലോ. അപ്പോ അങ്ങനെ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് വരാനുള്ള ഒരു നബിയെ കുറിച്ച് ഉള്ള ലക്ഷണങ്ങളും സാധ്യതകളും പഠിച്ചപ്പോഴാണ് മുഹമ്മദ് നബീനെ എന്ത് ചെയ്തത്? കല്യാണം ആലോചിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ളവരൊക്കെ പിന്തുടർന്നത് തൗറാത്തും ഇഞ്ചീലും ആയിരുന്നു എന്ന് ചോദിച്ചാൽ പിന്തുടർന്നവർ പിന്തുടർന്നിരുന്നത് അതാണ്, അല്ലാത്തവര് പിന്തുടർന്നിട്ടില്ല. അത് ഖുർആന്റെ ശേഷവും അങ്ങനെയാണ്. ഖുർആൻ ഇറങ്ങിയതിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും ഖുർആനാണോ പിന്തുടരുന്നതെന്ന് വെച്ചാൽ ഇല്ല. ഖുർആനെ പിന്തുടരുന്നവർ ഖുർആനാണ് പിന്തുടരുന്നത് എന്ന് മാത്രമേ. നിങ്ങൾ ചോദിച്ചതിനാണ് എനിക്ക് മനസ്സിലായത്. ആയിക്കോട്ടെ, ഓക്കെ. ഇനി നിങ്ങൾ എന്തിനാണ് അറിവില്ലാത്ത കാര്യത്തിൽ തർക്കിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വേദക്കാരോ. നമുക്കും ബാധകമാണ്. നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആയിക്കൂന്ന് മൽപ്പത്താരം ആയിക്കാരെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചർച്ച ചെയ്യും, വെറുതെ പറയും. അതെനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തായാലും കുഴപ്പമുണ്ടോ? ഒരാളോട് നമ്മൾ സംസാരിക്കുന്നു, നമ്മളിപ്പോൾ ഒരാളോട് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ തെരീഖത്തോ ഖാദിയാനിയോ ആരോ ആവട്ടെ, നമ്മൾ സംസാരിക്കുന്നു. ഓനൊരു പോയിന്റ് പറഞ്ഞ് നമുക്ക് അറിഞ്ഞൂടാ. അത് ഞാനിതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല, എനിക്കത് അറിഞ്ഞൂടട്ടോ എന്ന് പറയുന്നതോട് കൂടിയിട്ട് നമ്മളെന്തോ ആയിപ്പോവോ? ഒന്നും ആയിപ്പോവില്ല. പക്ഷെ അത് പറയാൻ ഉള്ള ഒരു സത്യസന്ധത നമുക്ക് ഉണ്ടാവണം. എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണെങ്കിൽ എന്താ പറയാ, അതെനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. എന്താ അതിന് കുഴപ്പം? അത് ശരി, ഇയാളതിന് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നൊരാൾ വിചാരിച്ചവന് പോയി എന്നല്ലാണ്ട് അല്ലേ? അപ്പൊ എന്താ കാര്യം? നമ്മൾ അറിയാത്ത കാര്യത്തിൽ തർക്കിക്കാൻ മെനക്കെടരുത്. അറിയുന്ന കാര്യങ്ങൾ പറയാം, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അള്ളാഹ് പറയുന്നൊരു സത്യം,
മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. വേദക്കാര് ഇബ്രാഹിമിന്റെ പാരമ്പര്യവും പറഞ്ഞു വന്നല്ലോ. നമുക്കിപ്പോ ചില ആൾക്കാരോട് പറയാൻ കഴിയും. എന്താണ് പറയാൻ കഴിയുക? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞ ചെത്തരുത്, വിൽക്കരുത്, വാങ്ങരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുടെ അനുയായി അല്ലട്ടോ നിങ്ങള്. ശരിക്കും നിങ്ങളതല്ലല്ലോ എന്ന് നമുക്ക് ഓരോട് പറയാം. കാരണം ഓല് ഇതിന്റെ പാരമ്പര്യം അവകാശപ്പെടുകയാണ്, ഞങ്ങൾ ഇതിന്റെ ആളാണ്. സത്യത്തിൽ നിങ്ങൾ ഇതിന്റെ ആളല്ല എന്ന് നമുക്ക് പറയാലോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാ വിമോചനത്തിന്റെയും പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് പലരും വരും. യഥാർത്ഥത്തിൽ അതല്ലട്ടോ നിങ്ങളുടെ പാരമ്പര്യം, അതല്ല. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പാരമ്പര്യവുമായിട്ട് വരുന്നവരോട് നമുക്ക് പറയാം, നമുക്കെന്ത് പറയാം? നിങ്ങൾ ഈ പറയുന്ന സാധനവും നിങ്ങളുടെ പ്രവർത്തനവും തമ്മിൽ യാതൊരു യോജിപ്പില്ല കേട്ടോ. ആ ആ ആ ഉണ്ട് എന്നല്ല. അതെ, വ്യക്തമായിട്ട് പറഞ്ഞു. എന്തേലും അദ്ദേഹത്തിന്റെ പേര്, ആ കറുത്ത ഉപ്പാടുന്ന ആളല്ലേ? ഒരു പേര് നമ്മൾ വേറെ തന്നെ പഠിക്കണം. നമുക്ക് തമ്മിലുള്ളൊരു പ്രശ്നം അത്. നമ്മളെ പേര് ഓൽക്കറിയും ഒരു പേര് നമുക്ക് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള, പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആര്യന്മാരും അവരുടെ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കേസുകളുണ്ട്. അപ്പോൾ ആ ആര്യന്മാരിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് പറയുന്ന ഹിന്ദുയിസം എന്ന് പറയുന്ന സംഗതി. അങ്ങനെ ഉണ്ട്, ആവട്ടെ. അപ്പൊ ഏതായാലും പണ്ട് കഴിഞ്ഞു പോയ മഹത്തുക്കളെ വെച്ച് ഞങ്ങൾ അതിന്റെ ഫോളോവേഴ്സ് ആണ് എന്ന് പറയുന്നവരോട് നമുക്ക് പറയാം, നിങ്ങൾ ഇതിന്റെ ഫോളോവേഴ്സ് അല്ലല്ലോ ശരിക്കും. കാരണം അവരിന്നതല്ലേ പറഞ്ഞത്. അപ്പോ ഖുർആൻ ചെയ്തൊരു പണി അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞ ആൾക്കാരോട് പറയണത്, ഇബ്രാഹിം ഇങ്ങനല്ലല്ലോ, ഇബ്രാഹിം യഹൂദി ആയിരുന്നില്ലല്ലോ. കാരണം യഹൂദ മതം ഉണ്ടായപ്പോഴാണ് ഇബ്രാഹിമിന് ശേഷമല്ലേ. ഇബ്രാഹിം ക്രൈസ്തവനല്ലല്ലോ, കാരണം ക്രൈസ്തവ മതം ഉണ്ടായപ്പോഴാണ് ശേഷം. പിന്നെ ഇബ്രാഹിം ആരാണ്? ഹനീഫ് ആയിരുന്നല്ലോ ഇബ്രാഹിം, നേർക്ക് നേരെയുള്ള ഋജുമാനസ്സനായിരുന്നവൻ. മുസ്ലിം ആയിരുന്നല്ലോ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നമ്മളും തെറ്റിദ്ധരിക്കും. ഈ പറഞ്ഞ ആയത്ത് സാമുദായികതയ്ക്ക് തെളിവല്ല. ക്രിസ്ത്യാനികളും അല്ല, ജൂതന്മാരും അല്ല, മാപ്പിളാരാണെന്നല്ല ഈ പറഞ്ഞത്. ഇബ്രാഹിം നബി മാപ്പിളയായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് ആ സമുദായത്തിന്റെ ഒരു അകത്ത് അല്ല ഈ നബിമാരൊന്നും ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോ എപ്പോഴും മനസ്സിലാവുക. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു സമുദായമുണ്ട്, ബാക്കിയുള്ളവനൊക്കെ നരകത്തിന്റെ കൊള്ളിയും, നമ്മളെല്ലാവരും ഒരു അതിർവരമ്പ്. ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞില്ലേ, ഈ കണ്ട ചൂതാട്ടം കേരളത്തിൽ കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചു നോക്കിയാല് അവ യഥാർത്ഥത്തില് ഈ സമുദായത്തെ സംബന്ധിച്ചല്ല പറയുന്നത്. ഇവിടുത്തെ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇബ്രാഹിമിന്റെ പാരമ്പര്യം ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെടാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ദീൻ ഒരു അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. അല്ലാണ്ട് ജന്മ പൈതൃകം നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാക്കിന്റെ മകൻ, യാക്കൂബിന്റെ മക്കളാണ് ഇസ്രായേൽ സമൂഹം. അപ്പൊ ഇബ്രാഹിമിന്റെ ആൾക്കാർ തന്നെയാണ് ഓല് സമുദായം എന്നുള്ള നിലക്ക്. പക്ഷെ ഖുർആൻ അതിനെ നിഷേധിക്കുന്നു. ക്രിസ്ത്യാനികൾ ഇബ്രാഹിമിന്റെ സമുദായം എന്നുള്ള നിലക്കാണെങ്കിൽ ഓല് ഇബ്രാഹിമിന്റെ ആൾക്കാർ തന്നെയാണ്. കാരണം എന്താണ്? ഈ പറഞ്ഞ ഇതേ ഇസ്രായേൽ പാരമ്പര്യം തന്നെയാണ് അവർക്കുള്ളത്. മക്കയിലെ അറബികൾ ഇബ്രാഹിമിന്റെ ആൾക്കാർ തന്നെയാണ്. കാരണം എന്താണ്? അവർക്ക് പറയാനുള്ളത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പര എന്ന് പറയുന്ന സമുദായം തന്നെയാണ്. പക്ഷെ അള്ളാഹു അതെല്ലാം നിരാകരിച്ചിട്ട് പറയാണ് ഇബ്രാഹിം ഹനീഫും മുസ്ലിമുമായിരുന്നു. അപ്പൊ ഇതേ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളും ഇബ്രാഹിമിന്റെ മില്ലത്താകണമെങ്കിൽ നമ്മൾ ഈ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് ആവുകയില്ല. എന്തുകൊണ്ടേ ആവുകയുള്ളൂ? വമാ കാന മിനൽ മുശ്രിക്കീൻ.
ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പോലെ മുശ്രിക്കുകളിൽ പെടാതിരുന്നെങ്കിൽ മാത്രമേ ആവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മുശ്രിക്കിൽ എങ്ങനെയാണ് പെടുക? അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ മാത്രമേ പെടൂ എന്നാണോ? അങ്ങനെയാണെങ്കിൽ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചല്ല. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ ചിലരെ നമ്മൾ തമ്മിൽ തന്നെ ചിലരെ റബ്ബുകളാക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഈ റബ്ബുകളാക്കുക എന്ന് പറഞ്ഞാൽ? അത് ഖുർആനിൽ വേറെ സ്ഥലത്ത് ഇത് വിശദീകരിക്കുന്നുണ്ട്. തഖദൂ അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ് ഈസ ഇബ്നു മറിയം. അതായത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയാണ്, ക്രിസ്ത്യാനികൾ ജൂതന്മാരും ഒക്കെ ഈ അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ആദ്യം ക്രിസ്ത്യാനി ആയിരുന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹം വന്നിട്ട് നബിയോട് ചോദിച്ചു, അല്ല റസൂലേ, ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഒന്നും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ ആരാധിച്ചിട്ടോ ഒന്നും ഇല്ലല്ലോ, പിന്നെന്താ ഈ ഖുർആൻ പറയണത് റബ്ബാക്കുന്നത് എന്താ പറയണത്? അവൻ നബി ചോദിച്ചു, അവർ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാണെന്നും അവർ അനുവദിച്ചത് അനുവദനീയമാണ് എന്നും നിങ്ങൾ അംഗീകരിച്ചിരുന്നുവോ? അതെ, അതെന്നാണോ ഓല റബ്ബാക്കുക എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും കിട്ടിയോ? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബിനോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ, ഖുർആൻ ഈ പറഞ്ഞ സംഗതി എങ്ങനെ ശരിയാവും? കാരണം തഖദൂ അഹ്ബാറഹും റഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കുന്നു എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ അവരൊന്നും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവുക? അപ്പൊ റസൂൽ ചോദിച്ചു, നിങ്ങൾ അവരെ വിളിച്ച് ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവര് ഹലാലാക്കിയതിനെ ഹലാലായും അവര് ഹറാമാക്കിയതിനെ ഹറാമായിട്ടും നിങ്ങൾ സ്വീകരിച്ചിരുന്നോ? അതെ, അതെന്നാണ് ഓരോ റബ്ബാക്കല്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളതാണ്, മറ്റൊരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് വിചാരിക്കുന്നവരാണ് അള്ളാഹിനെ റബ്ബാക്കുന്നവര്. ആ കാര്യം ചെയ്യാൻ തീരുമാനിക്കാനുള്ള അധികാരം ഒരു വ്യക്തിക്കോ ആ വ്യക്തികൾ അടങ്ങുന്ന ഒരു നിയമനിർമ്മാണ സഭക്കോ ആണ് എന്ന് വിചാരിച്ചാൽ അവര് റബ്ബാക്കുന്നത് അവരെയാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതെ, ആര് ചെയ്താലും ഇവിടെ അങ്ങനെ സമുദായം ഇല്ല. അങ്ങനെ പറയാനും പാടില്ല. കാരണം സത്യത്തിന്റെ മാനദണ്ഡം അള്ളാഹു റസൂലും അല്ലാത്ത വേറൊരാളും അല്ല. സത്യവാന്മാർ ധാരാളം ഉണ്ടാവും. പണ്ഡിതന്മാര് പറഞ്ഞു, ഓക്കെ, പണ്ഡിതൻ എന്തു പറഞ്ഞു? പണ്ഡിതൻ പറയുമ്പോൾ ഖുർആൻ സുന്നത്തും വെച്ച് പറയണം. ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞത് കൊണ്ട് തന്നെ സത്യമാണ് എന്ന് പറയണമെങ്കിൽ അതൊന്നുകിൽ അള്ളാഹ് പറഞ്ഞതായിരിക്കണം, അല്ല റസൂൽ പറഞ്ഞതായിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് സത്യാവൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പോലും റസൂൽ പറഞ്ഞതാണെങ്കിലേ സത്യാവുള്ളൂ. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞത് അതിനെക്കാട്ടിലും വലിയൊരു വലിയും നേതാവും പണ്ഡിതനൊന്നും വേറില്ലല്ലോ. അന്നൽക്കാണ് ഒരു കാര്യം പറഞ്ഞു, അത് സത്യം. അങ്ങനെ പറയണമെങ്കിൽ ഒന്നുകിൽ അത് അള്ളാഹ് പറഞ്ഞായിരിക്കണം, അല്ല റസൂൽ പറഞ്ഞായിരിക്കണം. മനസ്സിലായോ? അതിൽ ശേഷം ആര് പറഞ്ഞാലും ആ പറഞ്ഞത് അള്ളയും റസൂലും പറഞ്ഞത് കൊണ്ട് ആയിരിക്കണം, എന്നാലേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അപ്പോൾ ഹലാൽ ഹറാമുകൾ തീരുമാനിക്കുന്ന, നിയമം നിർമ്മിക്കുന്ന ആൾ ആരായിട്ടാണ് നിങ്ങൾ കാണുന്നത്? അവരെയാണ് നിങ്ങൾ റബ്ബാക്കുന്നത്. അപ്പൊ പണ്ഡിതരെയും പുരോഹിതരെയും റബ്ബാക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരിടത്ത് പറഞ്ഞ ഖുർആൻ ഇവിടെ പറയുന്നത് നമ്മൾക്കിടയിൽ തന്നെ പെട്ട ചില ആൾക്കാരെ നമ്മൾ റബ്ബാക്കി കളയുന്നു. ആ റബ്ബാക്കി കളയുക എന്ന് പറയുന്ന ശിർക്ക്, വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നിയമം നിർമ്മിക്കാനുള്ള പരമാധികാരം വകവെച്ച് നമ്മൾ ചെയ്താൽ അത് ശിർക്കാണ്.
ആ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനായിരുന്നില്ല ആര്? അതാണ് ഇവിടെ പറയുന്നത്, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ടുന്നതെല്ലാം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ മുസ്ലിം ആകണം, നിങ്ങൾ ഹനീഫാകണം. നിങ്ങൾ സമുദായത്തിൽപ്പെട്ടവനായതുകൊണ്ട് മാത്രം ഇബ്രാഹിം ഈ മില്ലത്തിൽ വരില്ല. യഹൂദികൾ അങ്ങനെ വന്നിട്ടില്ല, ക്രൈസ്തവരങ്ങനെ വന്നിട്ടില്ല, ബഹുദൈവ വിശ്വാസികൾ അങ്ങനെ വന്നിട്ടില്ല, മാപ്പിളാരും അങ്ങനെ വരൂല എന്നർത്ഥം. ഈ ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ ഒന്നും കൂടി കേട്ടു നോക്കണം. യൂട്യൂബിൽ ഇടും. ചില ആൾക്കാർ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു, അപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലുള്ള അവസ്ഥയിൽ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കേട്ടു നോക്കണം. അത് ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിനും ബാധകമായതാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം എന്നതാണ്. അതിന് ഇസ്ലാമിന് അവ്യക്തതകളോ ഇരുട്ടിൽ തപ്പലുകളോ ഒന്നുമില്ല. അത് വളരെ കൃത്യമാണ്. ഒന്ന്, നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെതല്ലാത്തൊരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ തൃപ്തിയില്ലാതെ നമുക്ക് ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങൾ വരും. പക്ഷെ അപ്പോഴും മനസ്സിനകത്ത് ഇത് ചെയ്യേണ്ടത് ഇവരാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഇവരല്ല ഇത് ചെയ്യേണ്ടത്, പക്ഷെ നമ്മളിപ്പോൾ എന്താണ്, ഒരു ദറൂറത്തിന്റെ ഹാലിലാണ്, നമുക്കിപ്പോൾ വേറെ മാർഗമില്ല എന്ന നിലക്ക് ആയിരിക്കണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇവരല്ല ശരിക്കും ഇത് ചെയ്യേണ്ടത്. ശരിക്കും ഇത് ചെയ്യേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളുടെ ഓരോരോ സ്വവർഗരതി വേഗം മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. സ്വവർഗ വിവാഹം പാടുണ്ടോ ഇല്ലേ? ആരാ തീരുമാനിക്കണ്ടേ? അള്ളയാണ്. ആരപ്പങ്ങളോട് പറഞ്ഞു അള്ളയാണ്? അല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വവർഗ വിവാഹം വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ പാർലമെന്റ് അല്ലേ? ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാണിനും പെണ്ണിനും എവിടെ വേണമെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇത് ഇന്ത്യന്റെ നിയമമാണ്. അള്ളാന്റെ നിയമം എന്താണ്? പാടില്ല. നിക്കാഹിലൂടെ മാത്രമേ ഇത് പാടുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ നിയമം ഉണ്ടാക്കേണ്ടത് ആരാണ്? അള്ളയാണ്. ഇപ്പൊ ഉണ്ടാക്കണ ആരാണ്? അല്ല. ഇപ്പൊ നമ്മളെ സ്റ്റാൻഡ് എന്താണ്? യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് അള്ളയാണ്. പക്ഷെ നമുക്കിവിടെ ഓരോരുത്തരുടെ ഹാലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വക്കീലിന് ആ നിയമം വെച്ച് വക്കാലത്ത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ആ നിയമം വെച്ച് പോലീസിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ നിയമം വെച്ചല്ലേ പോലീസിന് FIR തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇതേ പറ്റുള്ളൂ. പക്ഷെ അയാൾ തയ്യാറാക്കുമ്പോൾ വിചാരിക്കുകയാണ് ഇതൊക്കെ ആരാ തീരുമാനിക്കേണ്ടത്? ഇതൊക്കെ ജനങ്ങളിൽ ഭൂരിപക്ഷമുള്ളവരാ തീരുമാനിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ശിർക്കാണ്. അപ്പോൾ ഈ വിചാരം ഒരു പ്രധാനപ്പെട്ട കേസാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നിയമം നിർമ്മിക്കുവാനുള്ള പരമാധികാരം ആർക്കാണ്? അത് അള്ളാഹുവിനാണ്. പക്ഷെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു പലതും സ്വീകരിക്കാൻ. പലിശ കൊടുക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു, അല്ലേ? കള്ളിന്റെ വരുമാനത്തിൽ നിന്ന് പ്രയോജനം സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു. നമ്മൾ പോകുന്ന ഓരോ റോഡിന്റെയും ടാറിങ്ങിൽ നമ്മുടെ നാട്ടിലെ കുടിച്ചു തീർത്ത ബ്രാൻഡിയുടെയും വിസ്കിയുടെയും റമ്മിന്റെയും വരുമാനമുണ്ട്. നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു എന്നതാണ്. അപ്പൊ നിർബന്ധിക്കപ്പെടുന്നതിലൂടെ നമ്മൾ കുറച്ചിങ്ങനെ സഞ്ചരിക്കുമ്പോ ഇത് നല്ല മിനിസുള്ള റോഡാണല്ലോ, തരക്കേടില്ലല്ലോ, അപ്പൊ ഈ കാര്യം ഓല് തന്നെ ചെയ്തോട്ടെ എന്ന് വെക്കരുത്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇത് പ്രയോഗം ആണ്, മറ്റേത് തത്വമാണ്. തത്വത്തെ പ്രയോഗിക്കുന്നത് ഹിക്മത്തോടു കൂടി ആയിരിക്കണം എന്നത് ഇസ്ലാമിന് വലിയ നിർബന്ധമുണ്ട്. നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ കുടുങ്ങിയടങ്ങേറായി നിൽക്കുമ്പോൾ അതെന്നാണ് ശരിയെന്ന് വിചാരിക്കരുത്. പന്നി മാംസം തിന്നാലല്ലാതെ ജീവൻ നിലനിർത്താൻ കഴിയില്ലെന്ന അവസാനത്തെ സന്ദർഭത്തിൽ പന്നി മാംസം തിന്നേണ്ടി വരുന്ന ഒരുത്തൻ തരക്കേടില്ലല്ലോ, നല്ല രസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് തിന്നരുത്.
അവിടെയാണ് അതിന്റെ പ്രശ്നം. ഒരുത്തർ എങ്ങനെയാ തിന്നണെന്ന് വെച്ചാല് ഒരു മാർഗവും വേറെ ഇല്ലാത്തതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തില് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ചെറിയൊരു എരിവിന്റെ ഒരു കഷ്ണം തിന്നാം. മറ്റവനോ തിന്നത് മറ്റോ നല്ല ഹരത്തിൽ തിന്നാണ്. രണ്ടാളും തിന്നുന്നത് പന്നിയിറച്ചിയല്ലേ, രണ്ടാളും ഒരുപോലെയാന്ന് പറയരുത്. രണ്ടാളും വ്യത്യാസമുണ്ട്. ഒരുത്തൻ തിന്നാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിർബന്ധിത സാഹചര്യത്തിൽ തിന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് യൂട്യൂബിൽ കേട്ട് നോക്കുക, എന്നിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എഴുതി കൊണ്ടുപോകുന്ന ആൾക്കാർ അത് ഇന്ന് തന്നെ തരിക. ഇല്ലെങ്കിൽ നിനക്ക് ബാധകമല്ല എന്ന് വിചാരിച്ച് നിൽക്കാണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി കൊണ്ടുവരിക. സമ്മാനം കിട്ടുന്ന കേസാണ്. സമ്മാനം കിട്ടും അല്ല, അതിന് മുൻഗണന ഉണ്ടാവും. ഇന്ന് തന്നേന് കേട്ടോ. ആരാ കൊണ്ടുവന്നവരൊന്ന് കയറി, ആരാ ഉള്ളത്? കൊണ്ടുവന്ന ഒന്ന് വാങ്ങി. പേരെഴുതിയില്ലേ? പേരെഴുതിയില്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഒന്ന് നിങ്ങൾ ബാണ കണ്ടോളി. വെറുതെ അല്ല, വർത്താനത്തിൽ മാത്രല്ല, പ്രസിഡന്റ് തന്നെയാണ്, സെക്രട്ടറിയാണ്. കണ്ടോ നിങ്ങള് എഴുതി കൊണ്ടുവന്നാണ്ട. പേരെഴുതണേ, അല്ലെങ്കിൽ മാറിപ്പോവേ, സമ്മാനം തെറ്റിപ്പോവേ. ഓക്കെ. ഇനി അടുത്ത ആഴ്ച കൊണ്ടുവരുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എഴുതി കൊണ്ടുവരാം. ഇത് ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒക്കെ ഇവര് കൊണ്ടുപോയി. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.